അഞ്ജു, തിരുവനന്തപുരത്ത് ഇന്ന് ഇപ്പം മഴ മാറി നിൽക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നു അഞ്ജുവിനെ കാണുമ്പോഴത്തേനും. അപ്പോൾ തിരുവനന്തപുരത്തെ ഒരു മഴ എങ്ങനെയാണ്, ഒപ്പം പൊതുവെയുള്ള ഒരു മഴ സാഹചര്യം എങ്ങനെയാണ് അഞ്ജു ഇന്നത്തെ ഈ ഒരു ദിവസം സംസ്ഥാനം ഒട്ടാകെയുള്ള ഒരു മഴ സാഹചര്യം? സേതു, ഗുഡ് മോർണിംഗ്. ഒഡീഷ തീരത്തോട് ചേർന്നുകൊണ്ട് ബംഗാൾ ഉൾക്കടലിൽ മറ്റൊരു ന്യൂനമർദ്ദം രൂപപ്പെടുകയും ഒപ്പം തന്നെ പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തുടരുന്ന സാഹചര്യമായതിനാൽ അതിതീവ്ര മഴ 3 ദിവസം കൂടി തുടരും എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഈ മുന്നറിയിപ്പിലുള്ളത്. അതിൽ പ്രധാനമായിട്ടും ഇന്ന് 2 ജില്ലകളിലാണ് റെഡ് അലേർട്ട് നൽകിയിരിക്കുന്നത്. അത് കോഴിക്കോട്, വയനാടാണ്. 9 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും 3 ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണുള്ളത്. ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുന്നത് കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, ഇടുക്കി, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലാണ്. യെല്ലോ അലേർട്ട് ഉള്ളത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ. യെല്ലോ അലേർട്ട് ആയതിനാൽ തന്നെ സേതു ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്ത് മഴ ചെറിയ തോതിൽ മാറി നിൽക്കുന്ന സ്ഥിതിയാണുള്ളത്. നഗരപ്രദേശങ്ങളിലൊക്കെ മഴ നേരിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തെളിഞ്ഞ അന്തരീക്ഷമാണ് നഗരപ്രദേശങ്ങളിലുള്ളത്. പക്ഷെ തീരദേശ മേഖലകളിൽ മഴ തുടരുന്ന സാഹചര്യമാണുള്ളത്. ശക്തമായ കടലാക്രമണ ഭീഷണിയും കടലേറ്റവും ഉണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിലുള്ളത്. ഏകദേശം 3.3 മീറ്റർ മുതൽ 3.9 മീറ്റർ ഉയരമുള്ള തിരമാലകൾക്ക് സാധ്യതയുണ്ട്. അതിനാൽ മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കടൽക്ഷോഭത്തിൽ നിരവധി വീടുകൾ ഉൾപ്പെടെ തകരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് 70ഓളം വീടുകൾ വലിയ തോതിൽ ഈ കടൽക്ഷോഭ ഭീഷണിയും തുടരുന്ന സാഹചര്യമാണുള്ളത്. പിന്നെ സേതു സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്ത് 38 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. അതിൽ 301 കുടുംബങ്ങളിലായി 1036 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. 11 വീടുകളാണ് പൂർണ്ണമായും തകർന്നിട്ടുള്ളത്. മാത്രമല്ല 3086 ഹെക്ടർ കൃഷിനാശം ഈ 5 ദിവസങ്ങളിലായി തലസ്ഥാനത്തുണ്ടായി എന്നുള്ളത് കൂടി കണക്കുകൾ പുറത്തേക്ക് വരികയാണ്. പ്രധാനമായും പൂന്തുറ, ഭീമാപ്പള്ളി, ചെറിയതുറ, വലിയതുറ, കൊച്ചുതോപ്പ്, വലിയതോപ്പ്, കണ്ണന്തുറ, വെട്ടുകാട്, കൊച്ചുവേളി തുടങ്ങിയ പ്രദേശങ്ങളിൽ വലിയ തരത്തിൽ കടലേറ്റ സാധ്യതകൾ കൂടി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മാത്രമല്ല ഈ ചില ഡാമിന്റെ ഒക്കെ തീരത്തുള്ള പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. മലയോര മേഖലകളിലാണെങ്കിൽ ചെറിയ തോതിൽ മണ്ണിടിച്ചിൽ ഉൾപ്പെടെ സാധ്യതയുള്ളതിനാൽ അതിന്റെ ജാഗ്രതാ നിർദ്ദേശം കൂടിയുണ്ട്. അപ്പോൾ പുറത്തിറങ്ങുമ്പോൾ ഈ ജാഗ്രതാ നിർദ്ദേശം കൂടി പാലിക്കുക. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെ ചെറിയ കാറ്റിലും മഴയിലുമൊക്കെയായി അവിടെ ഇടങ്ങളിലായിട്ട് മരങ്ങൾ പൊട്ടി വീഴുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അത്തരത്തിൽ 2-3 കേസുകളാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. അത് കവടിയാറിൽ മരം വീണ് തകർന്നത് ഒരു കാറും 3 വീടുകൾ ഉൾപ്പെടെയാണ്. അങ്ങനെയാണ് നഗരത്തിലെ ഒരു സ്ഥിതി ഉള്ളത്. മുഴുവനായിട്ടും ഇനി തുടർച്ചയായി അങ്ങോട്ട് മഴ കനക്കാനുള്ള സാഹചര്യമുണ്ട്. അതിനാൽ ഇത്തരം മരക്കൊമ്പുകളൊക്കെ മുറിച്ചു മാറ്റേണ്ടവർ അതൊക്കെ മുറിച്ചു മാറ്റണമെന്ന് ഒക്കെ നിർദ്ദേശം ഉൾപ്പെടെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആളുകൾ ചെയ്യുക. ഒപ്പം തന്നെ ഈ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കുക. ശരി.